അപ്പൊ ഈ ഇടവേളക്ക് പാട്ടൊക്കെ പാടുമല്ലോ? പാട്ട് പാടും, ഒരാൾ പാടും, പിന്നെ സോഡ കുടിക്കും. വേറെ സാധാരണ ലളിത ഗാനങ്ങള്, സിനിമാ പാട്ടുകൾ പാടാൻ റിക്വസ്റ്റ് ചെയ്യും, തുണ്ടൊക്കെ കൊടുത്തേക്കും. പക്ഷെ പിന്നെ ഞാൻ ചോദിക്കും വിട്ടു, അപ്പം വിട്ടുപോയതാ. സോഡ മാത്രമുള്ള പരിപാടി എന്റെ അച്ഛൻ കുടിച്ചാ മരിച്ചത്. എന്റെ അച്ഛൻ കുടിച്ചാ മരിച്ചു, വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അന്ന് ഞങ്ങൾ മക്കൾ തീരുമാനിച്ചു മദ്യം ഞങ്ങൾ എല്ലാവർക്കും അനുഭവങ്ങൾ കാണൂടെ. ഇപ്പൊ എന്റെ അച്ഛൻ തന്നെ ആനപ്പുറത്ത് കയറിയാ മരിച്ചത്. ആണോ? എങ്ങനെ? ആന പുറത്ത് കയറിയാൽ മരിക്കത്തില്ല. കുടിച്ചിട്ട് ഒന്ന് കയറി കൊടുത്തു, അതാണ് മദ്യം വിഷയം. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലല്ല. കഥ തുടരുകയാണ്. ഇവിടെ നായകനും നായികയും തമ്മിൽ അടുക്കുന്നത് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയാണ്. നവമാധ്യമങ്ങൾ. ഇപ്പൊ നായകനെ കാണണമെന്നൊന്നുമില്ല നായികയ്ക്ക്, ചാറ്റിംഗ് അല്ലേ. ചാറ്റിംഗ് അവസാനം സ്ഥിരമാണ് എല്ലാവരും പറയുന്നത് ചീറ്റിംഗ്, എന്നാൽ പോലും ഇവിടെ വീണ്ടും പറയേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വാട്സാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? വാട്സാപ്പ് വാട്സാപ്പ് മനുഷ്യനെ മയക്കുന്ന കറുപ്പിനെക്കാളും ഭീകരനാണ് വാട്സാപ്പ്, ഭീകരനാണ് വാട്സാപ്പ്. വാട്സാപ്പ് വാട്സാപ്പ് മനുഷ്യനെ മയക്കുന്ന കറുപ്പിനെക്കാളും ഭീകരനാണിവൻ വാട്സാപ്പ്, ഭീകരനാണിവൻ വാട്സാപ്പ്. അങ്ങനെ വളരെ ഭീകരനാണ് ഈ വാട്സാപ്പ്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് അറിയാമോ? വാട്സാപ്പ് എന്നല്ല, വാട്സാപ്പ് ആപ്പ് എന്ന് പറയാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വാട്സാപ്പ് എന്നൊരാപ്പുണ്ടോ അറിഞ്ഞൂടാ, ഫേസ്ബുക്ക് എന്നൊരു ബുക്കുണ്ടോ? ഇത് അമ്മമാരുടെ ചോദ്യമാണ്. വാട്സാപ്പ് എന്നൊരു ആപ്പുണ്ടോ, ഫേസ്ബുക്ക് എന്നൊരു ബുക്കുണ്ടോ? കാരണം പഠനമുറി ഇരുന്ന് കുട്ടികളിരുന്ന് പഠിക്കുകയാണ്. അമ്മമാരുടെ വിചാരം കുട്ടികളിരുന്ന് പഠിക്കുകയാണ്. ഈ സമയത്ത് ചാറ്റിംഗ് ആണെന്നുള്ളവർ അവർക്ക് അറിയാൻ കഴിയില്ല. ചേട്ടാ വേറെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. സംഭവം എല്ലാം സൂപ്പറാണ്. പക്ഷെ നമുക്ക് തിയേറ്ററിൽ ഈ പടം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള പാട്ടുകളുണ്ടെങ്കിൽ, അതായത് തിയേറ്ററിൽ പാട്ട് തുടങ്ങുമ്പോൾ ഡാൻസ് തുടങ്ങുമ്പോൾ ഈ ആൾക്കാർ പേപ്പറൊക്കെ വലിച്ച് കയറി സ്ക്രീനിലോട്ട് അറിയില്ലേ? ഈ പഴയ പാട്ട് ചിലപ്പോൾ ഇരിക്കുന്ന സീറ്റൊക്കെ വലിച്ചു പോയി എറിയും. ഫാസ്റ്റ് പാട്ട് വേണം. ഡാഡി മമ്മി വീട്ടിലില്ല, അച്ഛനും അമ്മയും വീട്ടിൽ അയലത്തൊന്നും ആരുമില്ല, പാടാന്ന് പറഞ്ഞ് വിളിക്കുന്ന അത്രയും പാട്ട് മനോഹരമാണ്. ഒരു പാട്ട് നമുക്ക് അടിച്ചുകൂടി വേണം. വാട്സപ്പ് വാട്സപ്പ് കുഴപ്പം വാട്സപ്പ്, വാട്സപ്പ് 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 കുഴപ്പം വാട്സപ്പ്, ജീവിതം തകർക്കുന്ന വാട്സപ്പ്. അത് കൊള്ളാം. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, അതുപോലൊക്കെ സംഭവം. ഓക്കെ, ഇതൊക്കെ സംഭവമൊക്കെ. വാട്സപ്പ് വാട്സപ്പ് ജീവിതം തകർക്കുന്ന വാട്സപ്പ്, ജീവിതം തകർക്കും. Gotcha boxing since the gold, there is big hits in the door. You know follow Ricky Shay, Kitty follow Peter Boo. She, oh, Big Poppy, Hockey Chicken Zarachi, PJ Person, Nico V, Hockey Chicken Sister Dog. WhatsApp, 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 ho, ho, ho. ഇനി ക്ലൈമാക്സിലോട്ട് കഥയിൽ പോവാണ്. ക്ലൈമാക്സിൽ ഈ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു വലിയ ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കുകയാണ് നായിക. വലിയ ക്രിമിനലാണ്. ഇവർ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഫേസ്ബുക്കിലൂടെ ഉള്ള പരിചയമുള്ളൂ, വാട്സപ്പിലൂടെ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. അവസാനം തിരിച്ചറിയാണ്, ആ സത്യം തിരിച്ചറിയാണ്, വലിയൊരു ക്രിമിനലാണ്. ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് നായകൻ. ഇതറിയാതെയാണ് താൻ ജീവിതം ഈ അജ്ഞാതന് വേണ്ടി സമർപ്പിച്ചത്. ഇടയ്ക്ക് പരോളിൽ വരാമല്ലോ, ഇടയ്ക്ക് പരോളിലും വരാം. ഭീകര കുറ്റവാളികൾ മാത്രമല്ല, ജയിൽ പുള്ളികൾക്ക്, മയക്കുമരുന്നിന്റെ കുറ്റവാളികൾക്ക്, അവർക്ക് കഞ്ചാവിന്റെ കുറ്റവാളികൾക്ക് യഥേഷ്ടം അവർക്ക് ഫോൺ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ജയിലിൽ ഒരിക്കലും കൊടുക്കുന്നുണ്ട്. കണക്ഷനൊക്കെ കിട്ടും. കണക്ഷൻ കിട്ടുമെന്നോ? കണക്ഷൻ അല്ല, ഈ വലിയ വലിയ ഗുണ്ടകളുണ്ടല്ലോ ജയിലിലെ, ഇവർക്ക് ഈ പുറമേ ആൾക്കാർ റീചാർജ് ചെയ്തിട്ട് ബാറ്ററി ജയിലിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കും. ആ ഗുണ്ടകൾ കൊണ്ടുകൊടുക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഈ ജയിലിൽ കിടന്ന് ചാറ്റ് ചെയ്യുന്ന ഈ ഗുണ്ടകളാണെങ്കിലും പ്രതികളാണെങ്കിലും അവന്മാര് പറയണ ഏതെങ്കിലും അമ്പലത്തിലെ പോറ്റിയാണെന്നോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥമാണെന്നോ. നമുക്ക് കഥയിൽ അവസാനം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ക്രിമിനലാണ് കാമുകനും നിറഞ്ഞ് മനം നൊന്ത് ഈ കുട്ടി സിമത്തേരിയിലേക്ക് മാലിനി ജോസിന്റെ ആ ശവശരീരം കൊണ്ടുപോവുകയാണ്. മണ്ണിനോട് യാത്ര പറഞ്ഞു അപ്പനെ വിട്ടു പിരിഞ്ഞു, മാനത്തേക്കു പറന്നു
അകന്നവൾ മടങ്ങി വരികയില്ല, മടങ്ങി വരികയില്ല. ദയാപരനായ കർത്താവ് ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. മാലിനി ജോസിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളെ, ഇതോടുകൂടി എൻ്റെ കഥ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ കഥയ്ക്ക്, ഫേസ്ബുക്ക് എന്ന കഥയ്ക്ക് നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകിയ ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അവസാനത്തെ ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്ത് ചെയ്യുന്നത് ഭയങ്കര ഫീലിംഗ് ആയി പോയിടും. എനിക്കും മാലിനി ജോസിനെ കൊണ്ടുവന്ന സംഭവം അത് തിയേറ്ററിൽ ഭയങ്കര ഞാനതിന് നേരെ തിരിച്ചാണ്. എന്താ ചെയ്യണം? കാരണം എൻ്റെ ഒരു ഇടപെടൽ നടത്തുമ്പോൾ ശരിയാവും. കാരണം ഈ മരിക്കാതെ, നമ്മുടെ നായിക മരിക്കാതെ ഒരു സൂയിസൈഡിന് ശ്രമിക്കുന്നു. അവിടുത്തെ ഗുരുതരാവസ്ഥയിൽ ICU കിടക്കുന്നു. അവിടെ നായകൻ വന്നു അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തി ഇവർ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉറക്കുന്നിടത്ത് കൊണ്ട് നിർത്തിയാലോ എന്നൊരു ആലോചനകൾ എനിക്കില്ല. കഞ്ചാവ് വലിക്കുന്ന അത്ര പെട്ടെന്ന് കഞ്ചാവ് നിർത്തുമോ? നമുക്കൊന്ന് തിരുത്തിക്കൂടെ ക്ലൈമാക്സ്? കുഴപ്പമില്ല, അത് നീ പറയുന്നത് ഓക്കെയാണ്. മരണം സംഭവിക്കുമ്പോഴേ ഹാപ്പി വേണ്ട, നമുക്ക് ആകാശവും ഇതാ വേണ്ട, ഇപ്പൊ അത് വേണം. ഈ കുഴിയിൽ ഇങ്ങനെ വയ്ക്കുന്നു, കുഴിയിൽ ഇങ്ങനെ വയ്ക്കും, ചേഞ്ച് ഉണ്ട്, കുഴിയിൽ ഇങ്ങനെ വയ്ക്കുന്നു. അടക്കാനായിട്ട് മണ്ണിടാനുള്ള ശ്രമം. അച്ഛൻ മണ്ണിടുന്നു, ഒരു പിടി മണ്ണിടുന്നു. അടുത്ത പിടി മണ്ണിടാൻ നേരത്ത് കണ്ണുകളിൽ ഒരു ചലനം, കണ്ണുകളിൽ ഒരു ചലനം. അതെ, മാലിനി ജോസ് ജീവിച്ചിരിപ്പുണ്ട്. അത് ഓക്കെയാണ്. അച്ഛൻ പറയുന്നു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വന്ന് നേരെ വന്ന് അച്ഛന്റെ കാൽ തൊട്ട് വന്ദിക്കുകയാണ്. അച്ഛോ, അന്ത്യ കൂദാശയ്ക്ക് നന്ദി, പക്ഷേ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ അച്ഛന്റെ കണ്ണ് നിറയുകയാണ്. ഇല്ല, ഇത് പക്ഷെ ഇത് കിഡിലെ സാധനം. ഒരു എഴുത്തുകാരന്റെ ഇടപെടിയിൽ പുതിയൊരു ടെസ്റ്റ് കൊണ്ടുവന്നാണ്. പക്ഷേ ഇപ്പൊ ഇതിന് വേറെ ആന്റി ക്ലൈമാക്സ് ആണല്ലോ വെക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടറിന്റെ ഒരു ക്ലോസും കൂടെ വെക്കണം. പുള്ളിക്ക് അബദ്ധം പറ്റിയല്ല. പള്ളിയിൽ പോസ്റ്റ്മോർട്ടം ഡോക്ടർ അല്ല, പുള്ളി വരുന്നത് പുള്ളിയുടെ ബന്ധമായിക്കൂടുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടത്തിന്റെ ഡോക്ടറാണ്. അല്ല, അത് എന്തായാലും ഈ ആ കുട്ടി മരിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്തായാലും ആത്മഹത്യ ആകുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാണല്ലോ അല്ലേ? ഒരു സെൻസും ഇല്ലാത്തവന്മാരാ. അന്നേരം ഈ പോസ്റ്റ്മോർട്ടം ഡോക്ടറിന്റെ ക്ലോസ് കൂടെ വെക്കാടാ. ശരി, അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം മാറ്റി തരാം. എന്തായാലും അച്ഛനായിട്ട് അഭിനയിക്കാൻ തയ്യാറായിരിക്കും. റെഡി? അഭിനയം ഞാൻ ഒന്നുകൂടെ പറയണം, സീരിയസ് ആയിട്ട് എടുക്കുക. റെഡി? നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ ഭാര്യ ആൾക്കാർ പറയുന്നുണ്ട് കഥാപ്രസംഗം കേട്ടിട്ട് പിണങ്ങി പോയതാണെന്ന്. ചുമ്മാ അവള് വെറുതെ വീട്ടിൽ പോയി നിൽക്കില്ലേ? അവള് വരും. ചെയ്തിട്ട് പിടിക്കാം കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. പൈസ പൈസ അല്ല ഓക്കെയാണ്. പൈസ ഷൂട്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് നമുക്ക് സംഭവം എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇത് സംഭവം ചെയ്യണം കേട്ടോ. ഇനിയെങ്കിലും ആ കസാര എടുത്തോളൂ, എല്ലാവരും ഇരിക്കാൻ പറഞ്ഞോളൂ കേട്ടോ. മുൻകൂട്ടി കാശ് കിട്ടിയാലേ ഞാൻ അഭിനയിക്കുള്ളൂ, പറഞ്ഞില്ലാന്ന് വേണ്ട. പറ്റിക്കാൻ നോക്കാണ്. വെറും പൊട്ടന്മാര്, ഒരു കഥയും ഒരു സെൻസും ഇല്ല അവന്മാര്. നമ്മുടെ പടം വെളി വരുവണ്ണ, എനിക്ക് സംശയമാണ്.